ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ഗിലെയാദുകാരനായ ശക്തനായ സേനാനി ആര്? എ. ജഫ്ത, ബി. തോല, സി. ഏലോൻ, ഡി. ഇബ്സാൻ. ഉത്തരം എ. ജഫ്ത. ചോദ്യം 2. ആരായിരുന്നു ജഫ്ത? എ. ദത്തുപുത്രൻ, ബി. വേശ്യാപുത്രൻ, സി. കടിഞ്ഞൂൽ പുത്രൻ, ഡി. വിജാതീയ സ്ത്രീയിലുണ്ടായ പുത്രൻ. ഉത്തരം ബി. വേശ്യാപുത്രൻ. ചോദ്യം 3. ജഫ്തായുടെ പിതാവ് ആര്? എ. ഗേര, ബി. ഹില്ലേൽ, സി. ഗിലെയാദ്, ഡി. മനോവ. ഉത്തരം സി. ഗിലെയാദ്. ചോദ്യം 4. ജഫ്ത സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം ഏത്? എ. ബേർ, ബി. യെയാറിം, സി. മിസ്പ, ഡി. തോബ്. ഉത്തരം ഡി. തോബ്. ചോദ്യം 5. ജഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നത് ആര്? എ. ഒരു നീച സംഘം, ബി. അമ്മോന്യർ, സി. ഒരു കൂട്ടം തെമ്മാടികൾ, ഡി. ഗാസ നിവാസികൾ. ഉത്തരം എ. ഒരു നീച സംഘം. ചോദ്യം 6. ജഫ്ത തോബിൽ താമസിച്ചിരുന്ന കാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നതാര്? എ. അമ്മോര്യർ, ബി. അമ്മോന്യർ, സി. പെരീസ്യർ, ഡി. കാനാന്യർ. ഉത്തരം ബി. അമ്മോന്യർ. ചോദ്യം 7. ജഫ്തായെ തോബിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാര്? എ. സഹോദരന്മാർ, ബി. ഗിലെയാദുകാർ, സി. ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ, ഡി. ജഫ്തായുടെ മാതാവ്. ഉത്തരം സി. ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ. ചോദ്യം 8. അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ എന്തു ചെയ്യണമെന്നാണ് ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞത്? എ. ഞങ്ങളെ രക്ഷിക്കണം, ബി. ഞങ്ങൾക്കൊപ്പം വരണം, സി. ഞങ്ങളുടെ പടയാളിയാകണം, ഡി. ഞങ്ങളെ നയിക്കണം. ഉത്തരം ഡി. ഞങ്ങളെ നയിക്കണം. ചോദ്യം 9. അമ്മോന്യരോട് പോരാടാൻ നിങ്ങളെന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ എന്താകും എന്നാണ് ജഫ്ത ശ്രേഷ്ഠന്മാരോട് പറഞ്ഞത്? എ. നേതാവ്, ബി. ന്യായാധിപൻ, സി. രാജാവ്, ഡി. ദേശാധിപതി. ഉത്തരം എ. നേതാവ്. ചോദ്യം 10. ആര് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ ജഫ്തായോട് പറഞ്ഞത്? എ. തോബ് നിവാസികൾ, ബി. കർത്താവ്, സി. ഗിലെയാദ് നിവാസികൾ, ഡി. ദൈവം. ഉത്തരം ബി. കർത്താവ്. ചോദ്യം 11. ജനങ്ങൾ നേതാവായി സ്വീകരിച്ചപ്പോൾ ജഫ്ത അവരോട് സംസാരിച്ചത് എവിടെ വച്ച്? എ. തോബിൽ കർത്താവിൻ്റെ മുൻപിൽ വച്ച്, ബി. ഗിലെയാദിൽ കർത്താവിൻ്റെ മുൻപിൽ വച്ച്, സി. മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വച്ച്, ഡി. മനാസയിൽ കർത്താവിൻ്റെ മുൻപിൽ വച്ച്. ഉത്തരം സി. മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വച്ച്. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 12. എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധമെന്ന് ദൂതന്മാരെ അയച്ച് ജഫ്ത ചോദിച്ചത് ആരോട്? എ. ബാഷാൻ രാജാവിനോട്, ബി. കാനാൻ രാജാവിനോട്, സി. മോവാബ് രാജാവിനോട്, ഡി. അമ്മോന്യ രാജാവിനോട്. ഉത്തരം ഡി. അമ്മോന്യ രാജാവിനോട്. ചോദ്യം 13. പൂരിപ്പിക്കുക. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർണോൺ മുതൽ ജാബോക്കും ഡാഷും വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി. എ. മനാസെ വരെ, ബി. കാദേശ് വരെ, സി. യാഹാസ് വരെ, ഡി. ജോർദാൻ വരെ. ഉത്തരം ഡി. ജോർദാൻ വരെ. ചോദ്യം 14. ആരുടെയൊക്കെ ദേശം ഇസ്രായേൽ കൈവശപ്പെടുത്തിയിട്ടില്ലെന്നാണ് ജഫ്ത അമ്മോന്യ രാജാവിനെ അറിയിച്ചത്? എ. മൊവാബ്യരുടെയും അമ്മോന്യരുടെയും, ബി.
അമ്മോന്യരുടെയും പെരീസ്യരുടെയും, സി കാനാന്യരുടെയും അമ്മോന്യരുടെയും, ഡി ജബൂസ്യരുടെയും അമ്മോന്യരുടെയും. ഉത്തരം എ മോവാബ്യരുടെയും അമ്മോന്യരുടെയും. ചോദ്യം 15. മോവാബിൻ്റെ അതിർത്തി ഏത്? എ ജോർദാൻ, ബി അർണോൺ, സി ഉപ്പുകടൽ, ഡി മഹാനദി. ഉത്തരം ബി അർണോൺ. ചോദ്യം 16. ഹെഷ്ബോണിലെ അമോര്യ രാജാവ് ആരായിരുന്നു? എ ഓഗ്, ബി യാബീൻ, സി സീഹോൻ, ഡി യോവാഷ്. ഉത്തരം സി സീഹോൻ. ചോദ്യം 17. ഇസ്രായേലിനോട് പൊരുതാൻ സീഹോൻ താവളമടിച്ചത് എവിടെ? എ കാദേശിൽ, ബി ഹെഷ്ബോണിൽ, സി അർണോണിൽ, ഡി യാഹാസിൽ. ഉത്തരം ഡി യാഹാസിൽ. ചോദ്യം 18. അമ്മോന്യ രാജാവിൻ്റെ ദൈവം ആര്? എ കെമോഷ്, ബി ബാൽദേവൻ, സി ദാഗോൻ, ഡി അസ്താർത്തെ ദേവത. ഉത്തരം എ കെമോഷ്. ചോദ്യം 19. മോവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ആര്? എ അബിനോവാം, ബി ബാലാഖ്, സി അബിയാം, ഡി നാദാബ്. ഉത്തരം ബി ബാലാഖ്. ചോദ്യം 20. ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും ഇസ്രായേൽ എത്ര വർഷമാണ് താമസിച്ചത്? എ 100 വർഷം, ബി 300 വർഷം, സി 200 വർഷം, ഡി 120 വർഷം. ഉത്തരം ബി 300 വർഷം. ചോദ്യം 21. ഇസ്രായേല്യർക്കും അമ്മോന്യർക്കുമിടയ്ക്ക് ആര് ന്യായവിധി നടത്തട്ടെ എന്നാണ് ജഫ്ത പറഞ്ഞത്? എ അത്യുന്നതനായ കർത്താവ്, ബി ഇസ്രായേലിൻ്റെ ദൈവം, സി ന്യായാധിപനായ കർത്താവ്, ഡി സർവശക്തനായ ദൈവം. ഉത്തരം സി ന്യായാധിപനായ കർത്താവ്. ചോദ്യം 22. ജേതാവായി തിരികെ വന്നാൽ എതിരേൽക്കാൻ ആദ്യം വരുന്നയാളെ എന്തു ചെയ്യാമെന്നാണ് ജഫ്ത കർത്താവിന് നേർച്ച നേർന്നത്? എ കർത്താവിന് അടിമയായി നൽകും, ബി കർത്താവിന് പുരോഹിതനായി നൽകും, സി കൊള്ളവസ്തുക്കൾ സമ്മാനമായി നൽകും, ഡി കർത്താവിന് ദഹനബലിയായി അർപ്പിക്കും. ഉത്തരം ഡി കർത്താവിന് ദഹനബലിയായി അർപ്പിക്കും. ചോദ്യം 23. അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽ കെരാമീം വരെയും എത്ര പട്ടണങ്ങളിലാണ് ജഫ്ത അമ്മോന്യരെ വകവരുത്തിയത്? എ 20 പട്ടണങ്ങളിൽ, ബി 10 പട്ടണങ്ങളിൽ, സി 4 പട്ടണങ്ങളിൽ, ഡി 60 പട്ടണങ്ങളിൽ. ഉത്തരം എ 20 പട്ടണങ്ങളിൽ. ചോദ്യം 24. ജേതാവായി ജഫ്ത തൻ്റെ ഏത് വീട്ടിലേക്കാണ് തിരിച്ചു വന്നത്? എ തോബിലെ വീട്ടിലേക്ക്, ബി മിസ്പായിലെ വീട്ടിലേക്ക്, സി ഗിലെയാദിലെ വീട്ടിലേക്ക്, ഡി മനാസയിലെ വീട്ടിലേക്ക്. ഉത്തരം ബി മിസ്പായിലെ വീട്ടിലേക്ക്. ചോദ്യം 25. തപ്പുകൊട്ടി നൃത്തം വച്ച് ജഫ്തയെ എതിരേൽക്കാൻ ആദ്യം വന്നതാര്? എ ജഫ്തയുടെ അമ്മ, ബി ജഫ്തയുടെ ഭാര്യ, സി ജഫ്തയുടെ ഏക മകൾ, ഡി ഇസ്രായേലിലെ ശ്രേഷ്ഠർ. ഉത്തരം സി ജഫ്തയുടെ ഏക മകൾ. ചോദ്യം 26. സഹിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എന്തിനെ പ്രതി 2 മാസത്തേക്ക് വിലപിക്കാൻ തന്നെ അനുവദിക്കണമെന്നാണ് മകൾ ജഫ്തയോട് പറഞ്ഞത്? എ തൻ്റെ മരണത്തെ പ്രതി, ബി തൻ്റെ യൗവനത്തെ പ്രതി, സി കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി, ഡി തൻ്റെ കന്യകാത്വത്തെ പ്രതി. ഉത്തരം ഡി തൻ്റെ കന്യകാത്വത്തെ പ്രതി. ചോദ്യം 27. ഗിലെയാദ്കാരനായ ജഫ്തയുടെ പുത്രിയെ ഓർത്ത് വർഷം തോറും 4 ദിവസം കരയാൻ പോവുക പതിവായിരുന്നു. ആര്? എ ഇസ്രായേൽ പുത്രിമാർ, ബി മാതാപിതാക്കന്മാർ, സി ജഫ്ത, ഡി ഇസ്രായേൽ ജനം. ഉത്തരം എ ഇസ്രായേൽ പുത്രിമാർ.
ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയിൽ ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.